നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യം മുതൽ അവസാനം വരെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ബിൻസ് കേക്ക് നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചു. മലമ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് മലമ്പുഴ പഞ്ചായത്തിലെ 9-ാം വാർഡിൽ ആരംഭിച്ച ബിൻസ് കുടുംബശ്രീ യൂണിറ്റിൻ്റെ കേക്ക് നിർമ്മാണ യൂണിറ്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധിക മാധവൻ അധ്യക്ഷത വഹിച്ചു. മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുമലത മോഹൻദാസ്, CDS ചെയർപേഴ്സൺ ലീലാവതി സതീഷ്, മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അജി തുടങ്ങിയവർ സംസാരിച്ചു. 1,25,000 രൂപ സബ്സിഡിയും 1,25,000 രൂപ വായ്പയും ചേർത്ത് 2.5 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ഇത് എന്ന് CDS ചെയർപേഴ്സൺ ലീലാവതി സതീഷ് പറഞ്ഞു. സ്ത്രീകളുടെ ശാക്തീകരണത്തിനും സ്ത്രീകൾക്ക് വരുമാനമാർഗം ഉണ്ടാക്കുന്നതിനും വേണ്ടിയാണ് സർക്കാർ ഇത്തരത്തിൽ പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്ന് ഉദ്ഘാടനം ചെയ്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ പറഞ്ഞു. നമ്മുടെ പഞ്ചായത്തിൽ കേക്ക് ആവശ്യമുള്ളവർ ഈ സ്ഥാപനത്തിൽ നിന്നും കേക്ക് വാങ്ങിക്കൊണ്ട് ഈ കുടുംബശ്രീ യൂണിറ്റിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അധ്യക്ഷത വഹിച്ച മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധിക മാധവൻ പറഞ്ഞു. കേക്ക് ആവശ്യമുള്ളവർക്ക് മിതമായ നിരക്കിൽ സ്വാദിഷ്ടമായ കേക്ക് ഇവിടെ ലഭിക്കുന്നതാണെന്നും അവർ എടുത്തു പറഞ്ഞു. കൂടെയാണ് ജില്ലാ പഞ്ചായത്ത് നമ്മുടെ ജില്ലയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇത്തരത്തിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ടേമിൽ ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. കഴിഞ്ഞ ടേമിൽ ഒട്ടനവധി പരിശീലനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നൊരു കാലഘട്ടമായിരുന്നു. ഈ വർഷം നമ്മൾ പരിശീലന പരിപാടി വല്ലാതെ ഉണ്ടായിട്ടില്ല. ട്രെയിനിങ് ഇല്ലാതെ തന്നെ നമ്മൾ കഴിഞ്ഞ ടേമിൽ ട്രെയിനിങ് ചെയ്യിച്ച മുഴുവൻ സ്ത്രീകളോടും ഇത്തരം സംരംഭങ്ങളിലേക്ക് നിർബന്ധമായും നിങ്ങൾ കടന്നു വരണമെന്ന് പറഞ്ഞപ്പോൾ പാലക്കാട് ജില്ലാ പഞ്ചായത്തിനകത്ത് ഒരുപാട് ക്യാൻറ്റീൻ യൂണിറ്റുകൾ, കാറ്ററിംഗ് യൂണിറ്റുകൾ, ഇതുപോലുള്ള നിങ്ങളിപ്പോൾ നടത്തുന്നത് പോലുള്ള ബേക്കറി യൂണിറ്റുകൾ തുടങ്ങി വ്യത്യസ്തങ്ങളായ യൂണിറ്റുകളിലേക്ക് സ്ത്രീകൾ വളരെ താല്പര്യപൂർവ്വം വരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. കേരള സംസ്ഥാനത്തിനകത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ സർക്കാർ വളരെ കൃത്യമായി ചെറുകിട സംരംഭ സംവിധാനങ്ങൾ വളർത്തിയെടുക്കാൻ സ്ത്രീകളെ പ്രാപ്തമാക്കണം. സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന, പുറകിൽ നിൽക്കുന്ന കുടുംബാംഗങ്ങൾക്ക് കൈത്താങ്ങായി മാറുന്ന രീതിയിൽ, കുടുംബത്തിനകത്ത് വരുമാനം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് നിൽക്കുമ്പോൾ ആ വീടിനകത്ത് മനസ്സമാധാനത്തോടുകൂടെ ജീവിക്കാനുള്ള സംവിധാനം, സാമ്പത്തികമായ ഭദ്രത ഉറപ്പാക്കാനുള്ള സംവിധാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ആ അർത്ഥത്തിലാണ് ഈ യൂണിറ്റിനെയും കാണുന്നത്. നേരത്തെ ഇവിടെ സ്വാഗത പ്രാർത്ഥന സൂചിപ്പിച്ച പോലെ 9-ാം വാർഡിനകത്ത് ഇപ്പോൾ 2ാമത്തെ യൂണിറ്റും കൂടെ വരികയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ 2 യൂണിറ്റും നന്നായി നടത്താൻ അടുത്ത യൂണിറ്റുകാർക്കും ഇത് വലിയൊരു പ്രചോദനമായിരിക്കും. തീർച്ചയായിട്ടും CDSൻ്റെ മെമ്പർ കൃത്യമായി നമുക്ക് ഒരു 10 യൂണിറ്റെങ്കിലും ഇവിടെ നമുക്ക് വ്യത്യസ്തമായ സംരംഭങ്ങളിലേക്ക് കൊണ്ടുവരണമെന്ന് ആലോചിക്കണം. 2 ലക്ഷം രൂപ അതാണ് നമ്മൾ ഈ വർഷം നമുക്ക് എടുക്കാമല്ലോ. നമ്മൾ കുടുംബശ്രീക്ക് വേണ്ടി ചില സംവിധാനങ്ങൾ എടുക്കാൻ നമുക്ക് യാതൊരു പ്രയാസവുമില്ല. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സംവിധാനത്തിലൂടെ നന്നായിട്ട് തിരിച്ചടവ് നടത്തുക. തിരിച്ചടവുണ്ടല്ലോ, ചെറിയ എമൗണ്ട് തിരിച്ചടവുണ്ട്, അപ്പോൾ അതിൽ സബ്സിഡിയുണ്ട്. അപ്പോൾ സബ്സിഡി ആനുകൂല്യവും തിരിച്ചടവും ഒക്കെ തന്നെ കൃത്യമായ രീതിയിൽ നടപ്പിലാക്കി ഈ യൂണിറ്റ് ഏറ്റവും നന്നായി മുന്നേറാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവഹിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് സാധിക്കട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. മാഡം ചായ. സൂപ്പർ ചായ. ഏതായി ചായ? മാഡം ഇത് ജീവൻ ചായയാണ്. ഉത്തമ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സിന്ദൂരം മാരേജ് ബ്യൂറോ, അയ്യപ്പുരം, പാലക്കാട് 3 സേവനത്തിൻ്റെ 27-ാം വർഷം.